ഇവിടെ കാണുന്നത് ആ നമ്മുടെ ട്രിപ്പ് പോകാൻ അതാണില്ല നിങ്ങൾ ഫോട്ടോ എടുക്കുക അല്ലേ? ഇങ്ങോട്ട് നോക്കടാ മുഖം പോയിട്ടുണ്ട് ഞാൻ ടിക്കറ്റ് നോക്കത്തില്ല ഒന്നും കാണാനില്ല. മഞ്ഞൾ മിസ്റ്റിലി ഉണ്ടല്ലോ ഭയങ്കര 1050 ലിറ്റർ 1000 മതി. ഇത്ര ഉള്ളൂ. फोटो व्हाट्सएप करो सर ना फोटो വേണം ഫോട്ടോ വേണം ഫോട്ടോ വേണം ഫോട്ടോ വാട്സപ്പ് പുതിയ അരക്കിലോ തോന്നുന്നു. വാട്സാപ്പ് ഗ്രൂപ്പ് നമ്പർ നേരത്തെ ഈ നല്ല സ്ഥിര ആദ്മീനാ व्हाट्सएप ग्रुप आगा पूरा आदमी का एक ग्रुप बनाओ नाले कंपनी पाने करे के लिए ಎಲ್ಲರೂ और ही ग्रुप बनाओ व्हाट्सएप ग्रुप अरे रेडी करेगा मुझे तो सामियाना विलन मामा सामियाना का വേണ്ട ये वाला ठीक है ഇന്ന് ഉച്ചയോടെ Sudah ngapain sih? Langkah kemana? Gua itu bareng tuh. അവിടെ പുല്ലടിക്കണം എന്തെങ്കിലും കാണിച്ചു മോട്ടിഫൈ പുള്ളി ചോദിച്ചു പൈസ മൊത്തം തീർന്നു അങ്ങനെ അവിടെ വിളിച്ചാൽ വരും ഈ രാഷ്ട്രത്തിലുള്ള മെഫത്ത് ദിയാസ് എനിക്ക് അന്നതിനെ കൊണ്ടായാലും ഈ സ്ഥലമാണ് പേനുണ്ട് വയനാട് ചുരം ചുരം മൂന്നാർ എങ്ങനെ ഉണ്ടല്ലേ? ഇതന്നെ മൂന്നാർ. നമുക്ക് മഴ മാറുമ്പോഴാ നമ്മുടെ കയ്യിൽ കുറച്ച് ശാൽവാടിന് പൈസ നമുക്ക് ടീമായിട്ട് നമുക്ക് ടൂർ പോയേക്കാം എല്ലാവരും കൊണ്ട്. മൂന്നാർ പോയി ഒരു ദിവസം കാഞ്ഞാർ പോയി പിന്നെ ഞാൻ മൂന്നാർ പോവാം. കാഞ്ഞാറില്ല ശാൽവാടി നമുക്ക് കടയിൽ നിന്നേ നിശ്ചയൊക്കെ വരട്ടെ. നമുക്ക് അടുത്ത മാസം അടുത്ത പിന്നെ മാസം ഇതിനാസാമാണോ ജാനുവരിയിലെ പോവാം. ഇതിനാസാമാണോ വീട്ടിലാരും? ജാനുവരിയിലിപ്പം അവിടെ എപ്പോഴാണ് ക്ലൈമറ്റ് നല്ല ആസാമിൽ? ക്ലൈമറ്റ് ഉണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഇല്ലേ? ഇപ്പോൾ നമ്മളെ ആസാമിൽ ഇപ്പം മഹാരാഷ്ട്ര പോയി, നമ്മളെ ആസാമിൽ ഇപ്പോൾ മഹാരാഷ്ട്ര പോയി കൃഷി സമയം. ഏത് മാസം അവിടെ? ഈ മാസമിൽ റൈസ് ഇല്ലേ, റൈസ് അപ്പോൾ ഇപ്പോൾ കൃഷിയാവും. പിന്നെ അത് ഡിസംബറില്ലേ, ഈ ഡിസംബർ സമയം കട്ടിങ് ആവും. ആ ജാനുവരി സമയം നമ്മൾ വിഷു ഉണ്ടാ, വിഷു.
മലയെല്ലാം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇങ്ങനെ പോകണം. നമ്മളിവിടെ നാഗാലാൻഡിലെ ഉണ്ട് അങ്ങനെ റോഡ്, നാഗാലാൻഡ് അരുണാചൽ പ്രദേശ്. നിങ്ങളുടെ അവിടെ റൈസ് പണിയുടെ ബീഫ് പോത്ത് തന്നെ അത് വണ്ടിയാണോ? വണ്ടി ട്രാക്ടർ ഉണ്ട് ഇപ്പോൾ. അവിടെ പോത്തല്ലേ ജാസ്തി? എല്ലാ ട്രാക്ടറിലും ഇപ്പോൾ എല്ലാ ട്രാക്ടർ മെഷീൻ ഉണ്ട്. ഭയങ്കര വലുത വലുത മെഷീൻ ഉണ്ട്. ആദ്യം മുറിക്കാത്ത മെഷീൻ ഉണ്ട്. ആസാമിനാണ് ഇങ്ങോട്ടായി വരണേ. നിങ്ങൾ ആസാം പോയി പിന്നെ ഫസ്റ്റ് കാജിരങ്ങ പോണോ? കാജിരങ്ങ 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 അവിടെ എനി അനിമൽസ് ഉണ്ടാ? എനി അനിമൽസ് ഉണ്ടാ? ടൈഗറുണ്ടോ? പിന്നെ അവിടെ സെഫ്റ്റി ഉണ്ട്, ബണ്ടി ഉണ്ട്, പിന്നെ എലിഫന്റ് സഫാരി ഉണ്ട്. ആ എലിഫന്റിന്റെ മോളില് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ? നമ്മളെ വീട്ടിൽ നിന്ന് ഇവിടെ മാക്സിമം 300 കിലോമീറ്റർ 300 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഗുവാഹട്ടി രാജധാനി. പിന്നെ വാട്ടർഫോൾ ഉണ്ട്. ഞാൻ വണ്ടിക്കാരുടെ അവസ്ഥയല്ലേ ഒരു വണ്ടി പ്രശ്നം CJ എങ്ങനെയും ഇടയ്ക്ക് ഓട്ടോ ഇല്ലാണ്ട് കുടുംബം അല്ലേ ഒരു വഴി അതല്ല ഈ വരുമാനം എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ കണ്ടാലുള്ളൂ. അതുപോലെ തന്നെ ആപാസത്തരത്തിലെ കേന്ദ്രമെന്നൊക്കെ പറഞ്ഞു വിചാരിച്ചില്ലല്ലേ. എന്നിട്ടാണ് പറയാം, നമുക്കറിയില്ല. ഞാൻ ചോദിക്കണല്ലോ, എനിക്കിപ്പോഴും മനസ്സിലാക്കാത്ത സർക്കാർ ശരിക്കും അവിടെയുള്ള ജനങ്ങളുടെ ഒരു മണ്ടത്തരല്ലത്. ആ പള്ളിയുടെ സ്ഥലം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ കുറെ പേര് വെളിയിൽ പോയില്ലേ? അത് ശരിക്കും തെറ്റല്ലേ? ആ പള്ളിക്ക് ഇപ്പൊ വേറെ സ്ഥലത്താൽ പണിയാലോ. ആ പുള്ളി എഞ്ചിനീയറും പറഞ്ഞല്ലോ പള്ളി അത് ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി അത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയോടെ പണിയാൻ പറ്റില്ല എന്നുള്ള ഇത് വെച്ചിട്ടാന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് കുറെ പാവപ്പെട്ട വീട്ടുകാർ വെളിയിൽ പോകില്ല. അതിന്റെ ചോദ്യം അതിലേക്കായിരിക്കും ചിലപ്പോൾ കമാൻഡറിനൊക്കെ വെളിയിൽ പോകാൻ. ഞാൻ പറഞ്ഞ ഞാൻ ചോദിച്ചെന്ന് മറുപടി പറഞ്ഞു മോദി. എനിക്കത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരം പറയാൻ പാടില്ല. നമ്മള് 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞാല് ചായ കുടിക്കാൻ പൈസ ഇല്ലാത്തപ്പോൾ 200 ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ എത്രയും പെട്ടെന്ന് പൈസ എവിടെയെങ്കിലും കണ്ടെത്തണം. നമ്മൾ ഇത്ര ദൂരം നോക്കണതിനാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഭയങ്കര വലുതാ. റഫീഖൊന്നും പറഞ്ഞില്ല. അവനിങ്ങനെ നിങ്ങളുടെ കഴിഞ്ഞ കഥ പറഞ്ഞതേ ഉള്ളൂ. അളിയ അങ്ങനെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ എടുക്കണമെന്നപ്പോൾ അഭിപ്രായം പറഞ്ഞുള്ളപ്പോൾ ഞാൻ അളിയ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, അത് മൗലന്മാർ അവർ ചെയ്യുന്ന തീരുമാനിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ എൻ്റെ അടുത്താണ് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. നമുക്കത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറയല്ലോ, അല്ലാണ്ട് ചോദിക്കാനോ അല്ലെങ്കിൽ മോശം പറയാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു അല്ലെങ്കിൽ ഞാനൊരു നേഴ്സാണെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് പ്രത്യേകൊരു രീതി ഉണ്ടല്ലോ വണ്ടി നല്ല ഡിസ്പെറിലിരിക്കണം കേട്ടോ. വണ്ടി അകലം നല്ല പാലിച്ച് നിൽക്കണമെന്ന് പറയുന്നത് നിൽക്കുന്നത് തോന്നുന്നു. അവർക്ക് വിളിച്ചിട്ട് അവിടെ ഹൈറായ ആൾക്കാർ എന്തായാലും എത്തട്ടെ. ഞാനങ്ങനെ പറയുന്നത് ഞാൻ ആൾക്കാർക്ക് നമുക്ക് ഗുണം ചെയ്യുന്ന മറക്കത്തുണ്ടാകുന്നു. അല്ലെങ്കിൽ ആരെല്ലാം എൻ്റെ തൊഴിൽ കൊടുക്കുന്ന ആൾക്കെല്ലാം അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്.
നമ്മൾ ഏൽപ്പിച്ചപ്പോൾ നമ്മുടെ നാളെ പടച്ചവൻ്റെ മുമ്പിലും നമ്മൾ തെറ്റുകാരനും കുറ്റക്കാരനാണ്. എൻ്റെ ഞാനിപ്പോൾ ഇതിനോട് ഞാൻ വ്യാഖ്യാനിച്ചാൽ ഞാൻ അങ്ങനെ വ്യാഖ്യാനിച്ച സാർദ്ധതപരമോ ഷെബിക്ക് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ മാവച്ചൻ്റെ പ്രശ്നം മാവച്ചൻ്റെ മനസ്സ് ആ രീതിക്ക് വരാൻ പാടില്ല. അതാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന വിഷയത്തിൽ എനിക്ക് പേടി നടന്ന രീതിയിൽ അപ്പം ഞാൻ അടുപ്പിച്ച് മാവച്ചടി വിഷയം തന്നെ ഇങ്ങനെ ആ കമാൻഡറിനെ കൊടുക്കണമെന്നല്ല അങ്ങനെ ഒരു മക്കളെ പറഞ്ഞ മാവച്ചി പറഞ്ഞു ചോദിച്ചു. അവർ പറഞ്ഞിട്ട് ഞാൻ ഈ സംഭവം ചിന്ത വരും വരുന്നില്ലയോ മനുഷ്യ സഹജം നമ്മളത് കഴിയായ ആളിലേക്ക് എത്താൻ ചെയ്യുക അറിയില്ല. ഞാൻ ഓരോ വിഷയം അപ്പോൾ നമുക്കിപ്പം അൽഹംദുലില്ലാ നമ്മുടെ ഈ യാത്രയിൽ അതൊരു ഹൈറായ ഒരാളിലേക്ക് നമുക്കത് എത്തണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇപ്പം മാവച്ചി പറഞ്ഞാൽ 20 രൂപ ചിലവായാൽ തന്നെ നമുക്കതിൽ ഇതിൻ്റെ ഒരു കൂലിയെങ്കിലും കിട്ടൂലേ? അതിന് ശരിയല്ലേ? അതെ. ഹലോ ആ പറയാ मट्टी में रहता तो गिर जाता। लाल मिट्टी होने से गिर जाता था। അവിടെ പോയിട്ട് പുള്ളി എസ്റ്റേറ്റിലെ ജോലിക്കാരനാ. എസ്റ്റേറ്റിലെ ഒരു പെണ്ണുമ്പിളിക്ക് നേഴ്സിൻ്റെ പണി എന്തോ ഉണ്ട്. അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് അവർക്ക്. സ്ഥലം നമ്മൾ കണ്ടു. വീട് പണിയാൻ പറഞ്ഞ സ്ഥലം കണ്ടു. എസ്റ്റേറ്റിലെ പണിയുണ്ട് പെണ്ണുമ്പിളിക്ക് നേഴ്സാന്ന് തോന്നുന്നു. കഴിഞ്ഞു പോകുമ്പോ ഹലോ ഹലോ വാജിപ്പുരം ഹലോ 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 കിട്ടുന്നുണ്ട്. അല്ല അവിടെ വീടറിയാൻ പാടില്ലേ? എൻ്റെ നമ്പർ കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. കാര്യത്തോടെ നമ്പർ കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി കേട്ടോ.
ഞാൻ KVR നോക്കും. കടപ്പകരുന്ന ഹലോ ആ ഞാൻ പറഞ്ഞോ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക. മാവച്ചി അങ്ങോട്ട് വന്നില്ലേ? മാവച്ചി ഇപ്പോൾ തിരക്കുള്ള മനുഷ്യനാന്ന് അറിയത്തില്ലേ? എന്നാണ് വിചാരിച്ചാൽ ഇപ്പം മാവച്ചിക്ക് നിങ്ങൾക്ക് നാളെ വന്നില്ലെങ്കിലും വിചാരിച്ച ഒരു ദിവസമാണെങ്കിലും മന്ദിരം ഒരു ദിവസം മന്ദിരം അപ്പ